താഴ്ന്ന പ്രദേശമായതിനാൽ തിരുവനന്തപുരം ചാക്കയിലെ ഓൾ സെയിൻസ് ജംഗ്ഷനിൽ വെള്ളക്കെട്ട് പതിവാണ്. എല്ലാ വർഷവും മഴ പെയ്ത്തിൽ ഇവിടേക്ക് വെള്ളം ഒഴുകിയെത്തുമെങ്കിലും വളരെ വേഗം തന്നെ വെള്ളം വലിയുകയാണ് പതിവ്. അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ ഓർത്ത ഡോക്ടറുണ്ട്, പോവാൻ വയ്യ, പിന്നെ അങ്ങനെ ഒന്ന് പോകണം. ഒരു അരിവാലും വാങ്ങിച്ചുകൊണ്ട് വരാൻ രസം വായിക്കാൻ പോകാൻ വയ്യ. കാലൊടിഞ്ഞിരിക്കുകയാണ് മക്കളെ, നടക്കാൻ പോലും വയ്യ. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ എല്ലാം വെള്ളം, എന്തൊരു ചെയ്യും? എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. കഴിഞ്ഞ 2 വർഷമായി വർഷത്തിൽ 2 മാസമെന്ന കണക്കിൽ വെള്ളക്കെട്ടിന് നടുവിലാണ് ഇവർ. ഇത്രയും ദിവസമായിട്ട് ഒരു കൗൺസിലർ ഇവിടെ വരെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാർ ഇവിടെ വരെ ആരും ഒന്നും ചെയ്തില്ല. കുഞ്ഞു മക്കളാണ് ഇവിടെ ഉള്ളത്. 5ലും 6ലും 3ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെങ്ങനെ ഇവിടെ ഉള്ളത്. ഈ കുട്ടികളെല്ലാം കംപ്ലൈൻ്റ് കാലുകളൊക്കെ. അശാസ്ത്രീയ ഓട നിർമ്മാണമാണ് ഇതിനെല്ലാം കാരണം. ഈ ഓട വന്ന ശേഷമാണ് ഇത്രയും വെള്ളം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ പൊക്കമുള്ള സ്ഥലത്ത് താത്ത അതേ രീതിയിൽ ഇവിടെയും താത്തു. നിങ്ങൾ ഇവിടെ ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ വെള്ളം ഇനി വരേ ഉള്ളൂ. എഞ്ചിനീയർ പറഞ്ഞിട്ടാണ് അവരിത് ചെയ്യണമെന്ന് പറഞ്ഞാണ് കോർപ്പറേഷൻ ഈ വർക്ക് ചെയ്തത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യവും മെഡിക്കൽ വേസ്റ്റും ഒക്കെ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നതും ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം നമുക്ക് നൈറ്റ് എന്തെങ്കിലും വയ്യായിക വന്നാൽ പോകാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ പാമ്പ് ഇതൊക്കെ ഉണ്ട്, വെള്ളത്തിൽ കൂടി പാമ്പൊക്കെ പോണ കണ്ടിട്ടുണ്ടായിരുന്നു. സ്കൂൾ തുറന്ന അന്ന് തുടങ്ങിയ ദുരിതക്കെട്ടിൽ വലഞ്ഞ വിദ്യാർത്ഥികളും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.